നമ്മൾ ഇപ്രാവശ്യം ഒരു വർക്കിന്റെ വീഡിയോ ആയിട്ട് വന്നതാണ്. വർക്കിന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കല്ല, വേറെ ഒരാളെ ചെയ്ത് കുളമാക്കി വെച്ച ഒരു വർക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ വീഡിയോ ആദ്യം തൊട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇതുപോലെയൊന്നും ഈ ആർക്കും ചെയ്തു കൊടുക്കാനും പാടില്ല. ഇതുപോലെ ചെയ്തവരെ ശരിക്കും എന്നാ പറയേണ്ടതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം വലിയൊരു ഏരിയ, അതായത് ഒരു 4,000 സ്ക്വയർ ഫീറ്റിലധികമുള്ള ഒരു വീട് ചെയ്തു വെച്ചിരിക്കുന്നത്. 4 കെട്ട് മോഡൽ ചെയ്തൊരു വീടാണ്. ടോപ്പ് വാർപ്പൊന്നും ഇല്ലാതെ സെറാമിക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ലീക്ക് കാരണം ഈ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ശരിക്കും 1 വർഷത്തിലധികമായി ചെയ്തിട്ട്, ഒരു മഴക്കാലം കഴിഞ്ഞ് നമ്മളെ വിളിച്ചിട്ട് ഇപ്പം കുറേ നാളായി. നമുക്ക് വരാൻ പറ്റാത്ത അവസ്ഥയും തിരക്കും കാരണം വന്നതാണ്. അപ്പോൾ നമ്മളെ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ ഇത് വന്ന് നോക്കി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തേക്കും മഴയായി, അതുകൊണ്ട് മഴ കാരണം നമ്മൾ ചെയ്തു കൊടുക്കാൻ താമസിച്ചിട്ട് ഇപ്പം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഉള്ളൊക്കെ നമ്മൾ താഴ്ന്ന് കാണുമ്പോഴുള്ള അവസ്ഥയല്ല, മേഖല കയറി കണ്ടു കഴിയുമ്പോഴത്തേക്കും വളരെ ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് വർക്ക്. പിന്നെ അവര് മൊത്തത്തിൽ സിമെന്റ് ചെയ്ത്, മൂലയോടുള്ള സിമെന്റ് ചെയ്ത് കുളമാക്കി വെച്ചിട്ടുണ്ട്. വർക്ക് കാണുമ്പോൾ വലിയ രസമൊന്നുമില്ല, അതും വേറെ. ഇത് കാണാനുള്ള രസത്തേക്കാൾ കൂടുതൽ ലീക്കാണ്. ഫുള്ള് ലീക്കില്ലാത്തൊരു സ്ഥലങ്ങളില്ല. ആദ്യം ചെയ്തവര് പുറത്തുനിന്ന് ഏതോ ഒരു ടീമാണ്, ആളുടെ പേരൊന്നും നമുക്കറിയില്ല. ആരാണേലും ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. ചെയ്തു കൊടുത്തത് മിസ്റ്റേക്കായിട്ട് കുറേ സ്ഥലത്തെല്ലാം ലീക്ക് ഉണ്ടായിരുന്നു. അവർ സിലിക്കോൺ ആ പോലെ ഇട്ട് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് ഒരു ടീം വന്നിട്ട് സിലിക്കോണൊന്നും അല്ല ഇനി മേലെ ഇടണ്ടേ, ഇതിന് സിമെന്റ് ഇടണ്ടേന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ സിമെന്റ് ഇട്ട് കൊടുത്തു. സിമെന്റ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ലീക്കാകാൻ ഇനി ഒരു ഏരിയ ബാക്കിയില്ലെന്ന് അവർ പറഞ്ഞത്. അത്രയ്ക്ക് ലീക്കായി. അപ്പോഴത്തേക്കും പിന്നെ അവർക്ക് ഇതിൻ്റെ അകത്ത്, കാരണം ഇത് ടോപ്പ് വാർപ്പൊന്നും ചെയ്യാതെ സീലിംഗ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്താ പറയണ്ടേ, 4 കോടിയല്ല, പിന്നെ എന്നാ പറയണ്ടേ, നടുമുറ്റം ടൈപ്പ് ചെയ്തിരിക്കുന്ന വീടാണ് ഇതുണ്ടോ. അപ്പോൾ ഭയങ്കര ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ആരെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താ പറയണ്ടേ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന് മൂലോടിന്റെ അവസ്ഥ ഉണ്ടോ, ഇതാ മൂലോടിന്റെ അവസ്ഥ. ഫുള്ള് സിമെന്റ്. മുറിയോടിന്റെ അവസ്ഥയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ദയനീയം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഒരു ലെവലും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയൊക്കെയോ കുറെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കുന്നവർ എന്തെന്നാ പറയണ്ടേ, മട്ടലിന് തല്ലണം, അങ്ങനെയല്ല പറയണ്ടേ. ഇന്നത്തെ പറയണ്ടേ. ഇതുണ്ടോ, ഇതാണ് കോഴിയുടെ അവസ്ഥ. ഈടം വരെ കൊണ്ട് ഓട് നിർത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇനി മേലോട്ടില്ല. ഈടെ കറക്റ്റ് മൂലോട് വെക്കുമ്പോൾ അവസ്ഥ കാണിച്ചിട്ടാ. ജസ്റ്റ് ഇതാ കയറുമോന്ന് ചോദിച്ചാൽ കയറും, ഇത്രയല്ലോ മൂലോട്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട, അങ്ങോട്ട് അത്യാവശ്യം ഉണ്ട്. ആടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു മുറിയോടും കൂടി വെക്കാനുള്ള മാന്യത അവർ കാണിച്ചില്ല. ഈ സൈഡിന്റെ അവസ്ഥയാണെങ്കിൽ അതും ചെരിഞ്ഞു പോയി. ഇടിങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് അവസ്ഥ. ഒരു സൈഡിൽ നിന്ന് പോയിട്ട് വേറെ ഏതോ ഒരു മൂലക്ക് നിന്നെത്തില്ല. ഇനിയെല്ലാം എന്താ പറയല്, അപ്പുറത്തെ ഭാഗം അതിനെക്കാട്ടിന് തേനിയ. ഇനിയിപ്പം നമ്മൾ പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം കോടി നമ്മൾ വെച്ചിരുന്നില്ല, കോടിയെല്ലാം പറിച്ച് നമ്മൾ ഇന്നലെ വെച്ച്. എന്നിട്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ്. അപ്പുറത്തോട്ട് പറിക്കുമ്പോഴുള്ള അവസ്ഥ നമ്മൾ വേറെ കാണിച്ചുതരാം. ഇത് ബാക്കി ഇങ്ങോട്ടുള്ള അവസ്ഥ കാണിച്ചുതരാം. ഇതുണ്ട, പിന്നെ ഇവിടെ പട്ടികയെല്ലാം ഫുള്ള് ചെരിഞ്ഞിന്. കാരണം ഇങ്ങനെ ഒരു ലെവലായിട്ടുള്ള ഭിത്തിയൊന്നും അടിച്ചു വരുമ്പോൾ ഇങ്ങനെ ഇത്രപ്പാടെല്ലാം ശരിയാ. 2 സൈഡിൽ തോത് വെച്ച് അടിക്കുന്നതല്ലേ. ഒരു സൈഡില് പിന്നെ ഓട് വെക്കേണ്ട ഗ്യാപ്പ് ഈ സൈഡിൽ 0 ആയി. അത്രയും കണ്ടോ, ഈ സൈഡിൽ അത്രയുണ്ട് ഗ്യാപ്പ്. ഈ സൈഡ് എത്തുമ്പോഴത്തേക്ക് അതിന്റെ ഗ്യാപ്പ് നേരെ 0യിലേക്ക്. അത്രയൊക്കെ ഒരു പട്ടികയിൽ ചെരിച്ചു കൊണ്ടിരുന്നെങ്കിൽ എന്തുമാത്രം അവർ കഷ്ടപ്പെടണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രയ്ക്കും മിസ്റ്റേക്കിലൊക്കെ ഒരു പണി ചെയ്ത് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിന്നെ റേറ്റിന്റെ മാത്രമല്ല, ഇവര് ഇങ്ങനെ അവർക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരു ടീമിനെ കൊണ്ട് ഏൽപ്പിച്ച് ചെയ്യിച്ച വർക്കാണ്. അപ്പൊ അങ്ങനെ ആയിപ്പോയി. ഈ സൈഡിലോട്ട് വരുമ്പോ ഇവിടെ വലിയ കുഴപ്പമില്ല, പക്ഷെ ഇവര് ആ ലാസ്റ്റത്തെ പട്ടിക അടിച്ചില്ല. ഒരു പട്ടികയും കൂടി അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഓട് കയറ്റി വെച്ചിട്ടോ സെറ്റാക്കണമായിരുന്നു. അവരത് ചെയ്തില്ല. അതുകൊണ്ട് ഈ ഭാഗം ഇങ്ങനെയായി. പിന്നെ ഇതുണ്ടോ, ചുഴുകോടിയെല്ലാം കണ്ടു കഴിഞ്ഞാല് എന്നല്ലാണ്ട് കട്ടിങ് ഒന്നും ശരിയില്ല. മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നം. ഇങ്ങോട്ട് പോയിട്ട് ഈ ഭാഗത്ത് കാണിച്ചു തരാം. ഇതതിന്റെ ഫ്രണ്ട്. ഓട് വെച്ചത് തന്നെ മൊത്തത്തിലൊരു സുഖമൊന്നുമില്ല, അത് വേറെ, അതിനെക്കുറിച്ചൊന്നും പിന്നെ പറയുന്നില്ല. പിന്നെ അടിവശത്തോട് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അടിവശം മൊത്തം ഇതുണ്ട്. ഇവിടെയെല്ലാം ഫുള്ള് സീലിംഗ് ചെയ്തിട്ട് ഒരു പകുതി ആയപ്പോഴത്തേക്കും ലീക്ക് കാരണം നിർത്തി. കാരണം ഫുള്ള് റൂമെല്ലാം അത്യാവശ്യം ചെയ്തില്ല, ബാക്കി ഏരിയയിലൊന്നും അവർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലീക്ക് ആയതുകൊണ്ട് തന്നെ അവർ പണി നിർത്തി.
അങ്ങനെ കുളമായിപ്പോയി. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ ആരോടാ എന്താ പറയുക. അപ്പോൾ പണിയെടുക്കുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക, അതായത് പണി കൊടുക്കുന്നവരും കുറച്ച് ശ്രദ്ധിക്കുക. അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. വേറെ പണിക്കാരെ അങ്ങനെ കുറ്റം പറയലൊന്നുമില്ല, കാരണം ചില സ്ഥലത്തൊക്കെ ചെന്നുമ്പോൾ ദയനീയ അവസ്ഥയാണ്. പക്ഷെ അങ്ങനെ മോശമൊന്നും നമ്മൾ പൊതുവെ പറയലില്ല. പക്ഷെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കാരണം ഇവര് താമസിക്കേണ്ട വീടെല്ലാം ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറ. അത് കണ്ട ആ 2 ലൈനുള്ള ഓടിന്റെ അവസ്ഥ, അത്രയും വ്യത്യാസത്തിലൊക്കെ എങ്ങനെയാ ഓടടിച്ച് വെക്കുന്നത് എനക്കറിയാം. അവരെ കൊണ്ടേ പറ്റൂല, വേറെ ആരെ കൊണ്ടും പറ്റൂല. ഇത് ചിലപ്പോ ഇത് ചെയ്ത ടീം കാണുന്നുണ്ടാവും, അന്നേരം അവര് നമ്മളെ മനസ്സിൽ തെറി പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്കൊരു പണിയോട് എന്തെങ്കിലും ഒരു വേണ്ടേ. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഇല്ലാത്ത ആരുമില്ല, നമ്മൾ ചെയ്ത പണികൾ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊന്നും ആരും ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, കാരണം 4 കെട്ട് പോലെ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തല്ലേ, എന്തെന്നാ പറയണ്ടത്. ആരെ കുറ്റം പറയും, ആരോട് പറയും, എന്താണ് അവസ്ഥ, ദയനീയെന്നേ പറയാനില്ല. ഈ ഭാഗം കൊണ്ടല്ല കണ്ട, ഇവിടെ ഒരു മുറിയോടെ മേലോട്ട് വരുന്നത്, നന്നായിട്ട് ആ പട്ടിക ലേശം ഇറങ്ങിപ്പോയി അതവർ അങ്ങനെ വെച്ചു. അപ്പം 2 മൂല വെക്കുമ്പോഴത്തേക്കും സെറാമിക്കിന് കുറച്ചും കൂടി ഇത്രയും ഗ്യാപ്പ് വരാൻ പാടില്ല. ഇത് 2.5 ഇഞ്ച് 3 ഇഞ്ച് അടിക്ക് 2 പട്ടിക തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. അത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒന്ന് ശരിയാക്കിയതാണ്. ഇതെല്ലാം കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആ കട്ടിങ് ഭയങ്കര അളവ് വ്യത്യാസത്തിലാണ് കട്ടിങ് കിടക്കുന്നത്. ഈ രണ്ടാമത് റിപ്പയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റിസ്ക് പിടിച്ചൊക്കെ ഒരു പരിപാടി വേറെ ഇല്ല. ആദ്യം ചെയ്യുന്ന ആ ഒരു വൃത്തിയൊന്നും എന്തായാലും രണ്ടാമത് ചെയ്താലാവില്ല. എത്രമാത്രം പൈസ ഇതിനു വേണ്ടി മുടക്കുന്നുണ്ടല്ലോ അറിയാം. നമ്മൾ ആദ്യം അവർ ഓടിടാൻ കൊടുത്തതിനെക്കാട്ടും പൈസ രണ്ടാമത് കൊടുത്തു, ഇപ്പം മുടക്കും. ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ സിമെൻറ്റ് ചെയ്ത് വെക്കുന്നതിന് ഒരു ന്യായീകരണം പറയാൻ പറ്റില്ല. സിമെൻറ്റ് വെച്ചിട്ട് ലീക്കില്ലാതെ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പിന്നെ അത്രയും കയറ്റമില്ല, അപ്പോൾ പിന്നെ സിമെൻറ്റ് വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. സെറാമിക്കിനാകുമ്പോൾ സിമെൻറ്റ് ഇതേലെ കൂട്ടി പിടിക്കുമല്ലോ. ഇത് മൊത്തം ഇപ്പോൾ ഇളകിയിരിക്കുകയാണ്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. ഇത് ആകെ വീട് പണിതിട്ട് 2 വർഷം പോലും ആയിട്ടില്ല, അപ്പോഴത്തേക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. വല്ല പണിതിപ്പം തൊട്ടേ ലീക്ക് തന്നെയാണ്. അപ്പം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ അടിയിലെല്ലാം ഫുള്ള് സീലിംഗ് ചെയ്തിട്ട് അവർ പതിയാക്കി നിർത്തിയിരിക്കുന്നു. ഈ പട്ടികയുടെ ഗ്യാപ്പുണ്ട, ഇതും കുറച്ചും കൂടി കാരണം. ഇത് ശരിക്കും ഒരു എന്താ പറയണ്ട, ഒരു സെൻറ്റിമീറ്ററൊക്കെ 2 പട്ടികയും തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. ചെരിവൊക്കെ ഉണ്ടെങ്കിൽ അത് ചെരിവ് പോലെ ഇരിക്കുക, ചെരിവിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതിൽ കൂടുതലൊന്നും ഗ്യാപ്പ് സെറാമിക് ഇടുമ്പോൾ വേണ്ട. ഇത് സാധാ ഓടാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ അവർ സെറാമിക് ആദ്യമായിട്ട് ചെയ്യുന്നതാണോ എന്നും അറിയില്ല. അങ്ങനെ പുറത്തുനിന്നുള്ള ടീം വന്നിട്ടാണ് ഇത്. ശരിക്കും വർക്ക് കണ്ണൂരാണ് കേട്ടോ. പിന്നെ പുറത്തുനിന്ന് ടീം വന്ന് ചെയ്ത് കൊടുത്തതാണ്. അപ്പം എന്താ പറയണ്ടത്, ആരെയോടാ പറയാ, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവരുടെ ചുഴുകൊടിയെല്ലാം കണ്ട, ചുഴുകൊടി ഇത് ഇങ്ങനെയുള്ള ഇളകിയിട്ട് എല്ലാം ഇളകി, കാരണം സിമെൻറ്റ് ഇളകിപ്പോയി. പിന്നെ ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വൃത്തിയാകും എന്നുള്ള പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചുടുകോടിക്ക് വെച്ചിരിക്കുന്ന ഷീറ്റെല്ലാം GI ഷീറ്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം ഷീറ്റ് വെക്കേണ്ടടുത്ത് എല്ലാം സിങ്ക് ഷീറ്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ എത്ര കാലം നിൽക്കുന്നറിയില്ല, അത്രയും ചുഴുകോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂലിയോടിൻ്റെയൊക്കെ അവസ്ഥ ദയനീയം എന്നേ പറയാനുള്ളൂ, വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഇപ്പം വീട്ടുകാരാണെങ്കിലും ഒന്ന് ശ്രമിക്കുക. പിന്നെ ഇങ്ങനെയുള്ള വർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളവരാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുന്നില്ല, ഒന്ന് അന്വേഷിക്കുക. പിന്നെ തീരെ റേറ്റ് കുറച്ചൊന്നും വർക്ക് കൊടുക്കാതിരിക്കുക. നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ഒരു റേറ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് ചെറിയ വേരിയേഷൻ, അതായത് ഏറ്റവും കൂടിയവർക്ക് കൊടുക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ചെറിയൊരു വേരിയേഷനിലൊക്കെ വർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഇത് ഒരാൾ 50 പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ കൊണ്ട് 25 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വ്യത്യാസമായി, അത്രയും റേറ്റ് വ്യത്യാസമായില്ലേ. അത്രയും പകുതിയിൽ വ്യത്യാസം കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള വർക്കിന്റെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്ന വർക്കിന്റെ വീഡിയോ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ പുതിയ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും, അതിനോട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. 4 കോടിയാണല്ലോ, അതുപോലെ തന്നെ 2 സൈഡിലും പുറവും ഉള്ളിലെല്ലാം വരാന്ത പോലെ ഏരിയ ഉണ്ട്, ഒന്നും പറയാനില്ല. നമ്മൾ രണ്ടാമത് എക്സ്ട്രാ ഒരു പട്ടികയിൽ അടിച്ചിട്ട് വീണ്ടും വർക്ക് വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. മൂലോടെല്ലാം നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, കാരണം അത്രയും ചുഴുകോടിയുണ്ട്. ചുഴുകോടിയുടെ അവസ്ഥയിലും കണ്ട, റോഡ് വെച്ചതിനല്ല, അതിനൊന്നും നേരെയല്ല, കയറി ഇറങ്ങി കിടപ്പുണ്ട്. ചുഴുകോടിയുടെ പാത്തിയാണെങ്കിലും അധികം പ്രസാദത്തുകൊണ്ട് അവിടുത്തെ റോഡിനെല്ലാം ഇളക്കമുണ്ട്. കുറേയൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ നോക്കുന്നു. മൊത്തം ഇറക്കൽ വേണ്ടെന്ന് അവർ പറയുന്നത്. മൊത്തം ഇറക്കൽ നടക്കുന്ന കാര്യമല്ല, അത്രയും ഫുള്ള് ഇറക്കിയിട്ടില്ല, മൊത്തം വളഞ്ഞാൽ കിടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എന്നാ പറയണ്ടേ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, പ്രശ്നമില്ല. ഇതാണ് ഇതിൻ്റെ പുറകം. ഈ 4 ഭാഗം ഏകദേശം ഈ ഷേപ്പിലിരിക്കും വീട്. പിന്നെ പുറമേ നിന്ന് കാണുമ്പോൾ വലിയ വലിപ്പം തോന്നിക്കുന്നില്ല, കാരണം ഉള്ളിലോട്ട് 4 കോടിയോളം, ഉള്ളിലോട്ട് 4 കെട്ടുകോളം ഉള്ളിലോട്ട് മടക്കായതുകൊണ്ട് വലിപ്പം ഭയങ്കരമായിട്ട് തോന്നിക്കുന്നില്ല. പക്ഷേ ഇത്രയും ഉണ്ട് വീടിൻ്റെ വലിപ്പം.
അപ്പം നമ്മൾ കൂടുതലും പിന്നെ റൂഫിങ്ങിൻ്റെ പുതിയ വർക്കിൻ്റെയൊക്കെ വീഡിയോകളാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ അതുപോലത്തുള്ള വർക്കുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ ഇതുപോലെയുള്ള വർക്കിൻ്റെ വീഡിയോ ഇതിനെയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അതൊക്കെ ശ്രമിക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ എന്താ പറയണ്ടത്, പുതിയ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ വീട് പണിയുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം കുറേ പൈസ നഷ്ടം വന്നിട്ട് രണ്ടാമത് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. മെയിൻ്റെനൻസ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. പുതിയത് ചെയ്യുന്നതിനെക്കാട്ടും പൈസ മെയിൻ്റെനൻസിനാവും. അപ്പോൾ ആദ്യം ചെറിയ പൈസ കൂടുതൽ കൊടുത്താലും പിന്നീട് വൻ നഷ്ടം വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു. അഭിപ്രായങ്ങൾ പറയാൻ ഒട്ടും മടിക്കണ്ട.